നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാൾ യുങ്ങിന്റെ വളരെ പേഴ്സണലും കുറച്ച് നിഗൂഢവുമൊക്കെയായ ഒരു കൃതിയെക്കുറിച്ചാണ്, ദ റെഡ് ബുക്ക്. ഇതൊരു സാധാരണ പുസ്തകമല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വന്തം ആത്മാവിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് നടത്തിയ ഒരു യാത്രയുടെ കഥയാണ്. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക് കടന്നാലോ? അപ്പോൾ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 1913നും 16നും ഇടയ്ക്ക് കാൾ യുങ് വളരെ വിചിത്രമായൊരു പരീക്ഷണത്തിന് മുതിർന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്വന്തം ബോധമനസ്സിന്റെ കടിഞ്ഞാണങ്ങ് വിട്ടു. എന്നിട്ട് അബോധമനസ്സിൽ നിന്ന് വരുന്ന ചിത്രങ്ങളെയും ചിന്തകളെയും അതിങ്ങനെ സ്വതന്ത്രമായി പുറത്തേക്ക് ഒഴുകാൻ അനുവദിച്ചു. ഇത് വെറുതെ സ്വപ്നം കാണുന്ന പോലെയല്ല, അതിനേക്കാളൊക്കെ എത്രയോ ശക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഏറ്റവും ആഴങ്ങളിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളായിരുന്നു അതൊക്കെ. ശരിക്കും പറഞ്ഞാല് യോങ് രണ്ട് ലോകങ്ങൾക്കിടയിൽ പെട്ടുപോയൊരവസ്ഥയിലായിരുന്നു. ഒന്ന്, നമ്മൾ സ്പിരിറ്റ് ഓഫ് ദിസ് ടൈം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ ആത്മാവ്, അതായത് സയൻസ്, റീസൺ എല്ലാം ലോജിക്കലായിരിക്കണം എന്നൊക്കെ പറയുന്ന നമ്മുടെ പുറം ലോകം, നമ്മുടെ ഈഗോയുടെ ലോകം. എന്നാൽ നേരെ മറുവശത്തോ, സ്പിരിറ്റ് ഓഫ് ദ ഡെപ്ത്സ്, ആഴങ്ങളുടെ ആത്മാവ്. അതിനെ നമുക്ക് വിശദീകരിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര വിരോധാഭാസങ്ങൾ നിറഞ്ഞ് യുക്തിക്കപ്പുറമുള്ള നമ്മുടെ ഉള്ളിലെ ലോകം, നമ്മുടെ ആത്മാവിന്റെ ലോകം. ഈ രണ്ട് ലോകങ്ങളും തമ്മിലൊരു വടംവലിയില്ലേ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ യാത്രയുടെയെല്ലാം തുടക്കം. അപ്പോ അദ്ദേഹത്തിന്റെ യാത്രയുടെ ആദ്യത്തെ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. സ്വന്തം ആത്മാവിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമം. പുറമേക്ക് നോക്കുമ്പോൾ യുങ് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളില് വല്ലാത്തൊരു ശൂന്യതയായിരുന്നു, ഒരു തരം ഭയം. ആ ഒരു തോന്നലാണ് അദ്ദേഹത്തെ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത്. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാല് കാര്യങ്ങളൊക്കെ മാറുന്നത്. അദ്ദേഹത്തിന് ആത്മാവ് എന്നുവെച്ചാല് വെറുമൊരു വാക്കല്ലായിരുന്നു, ഒരു കോൺസെപ്റ്റ് അല്ലായിരുന്നു. അദ്ദേഹം അതിനെ കണ്ടത് ജീവനുള്ള, തന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന, സംസാരിക്കാൻ കഴിയുന്ന ഒരു അസ്തിത്വമായിട്ടാണ്. ഒന്നാലോചിച്ചു നോക്കൂ, അദ്ദേഹം സ്വന്തം ആത്മാവുമായി സംസാരിക്കാൻ തുടങ്ങി. ഈ സംസാരം അദ്ദേഹത്തെ പുറം ലോകത്തിൽ നിന്നെല്ലാം അകറ്റി ഒരു പ്രത്യേക സ്ഥലത്തെത്തിച്ചു. അദ്ദേഹം അതിനെ വിളിച്ചത് സ്വത്വത്തിന്റെ മരുഭൂമി എന്നാണ്. പൂർണ്ണമായ ഏകാന്തതയുടെ ഒരിടം. പണ്ടത്തെ ഋഷിമാരൊക്കെ ആത്മാവിനെ തേടി മരുഭൂമിയിലേക്ക് പോയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഇതൊരു സിംബോളിക് യാത്രയായിരുന്നു. അപ്പോ ആ മരുഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആത്മാവ് കൊടുത്ത ഒരു ഉപദേശം എന്തായിരുന്നെന്നോ? സ്വന്തം നിയമങ്ങൾ എന്താണെന്നറിയാത്തൊരു മരം എങ്ങനെയാണോ വളരുന്നത്, അതുപോലെ വളരുക. അതിന്റെ അർത്ഥമെന്താ? നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെ തന്നെ പോകണം എന്ന് തീരുമാനിച്ച് മുന്നോട്ടു പോകുന്നതിലല്ല കാര്യം. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു ഒഴുക്കില്ലേ, അതിനനുസരിച്ച് നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാതെ മുന്നോട്ടു പോകുമ്പോഴാണ് യഥാർത്ഥ വളർച്ചയുണ്ടാകുന്നത്. ഓക്കേ, അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് പോവാം. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. ആന്തരിക ലോകത്തെ നേരിടുക. ഇവിടെയാണ് യുങ് തന്റെ അബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവിടെ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടുന്നത് വളരെ വിചിത്രമായ ചില കഥാപാത്രങ്ങളെയാണ്. അപ്പോ ചോദ്യം ഏതാണ്? സ്വന്തം മനസ്സിന്റെ അദ്ദേഹം നരകം എന്ന് വിശേഷിപ്പിച്ച ആ ആഴങ്ങളിൽ യുങ് എന്താണ് കണ്ടത്? ആ കണ്ടുമുട്ടലുകൾ അത്ര സുഖമുള്ളതായിരുന്നില്ല. ആദ്യം തന്നെ അദ്ദേഹം കണ്ടത് ഏലിയ എന്നൊരു പ്രവാചകനെയാണ്. ഈ ഏലിയ എന്ന് പറയുന്നത് ശരിക്കും മുൻചിന്തയുടെ ഒരു രൂപമാണ്. അതായത് നമ്മുടെ ബുദ്ധി അനലൈസ് ചെയ്യാനുള്ള കഴിവ്, ദീർഘവീക്ഷണം, നമ്മുടെയൊക്കെ ലോജിക്കൽ മൈൻഡിന്റെ ഒരു സിംബൽ. അപ്പം ഏലിയ ഉണ്ടെങ്കിൽ പിന്നെ ആരാണ് കൂടെ വേണ്ടത്? അദ്ദേഹത്തിന്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് സലോമി, ഏലിയായുടെ അന്ധയായ മകൾ. അവളെ പ്രതിനിധീകരിക്കുന്നത് ആനന്ദത്തെയാണ്, ആഗ്രഹങ്ങളെ, ഫീലിംഗ്സിനെ, എല്ലാത്തിനെയും തകർത്തെറിയാൻ കഴിവുള്ള ഒരുതരം റോ പവർ. ബുദ്ധിയുടെ നേരെ വിപരീതം. ഇവിടെയാണ് യുങ് ശരിക്കും ഞെട്ടിപ്പോയത്. എന്താണത്? ഒരു വിശുദ്ധനായ പ്രവാചകനും രക്തദാഹിയായ ഒരു സ്ത്രീയും, അതും അച്ഛനും മകളുമായി ഒന്നിച്ചു നിൽക്കുന്നു. ഇത് ശരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പോരാട്ടമായിരുന്നു. അതായത് യുക്തിയും വികാരവും. ഈ രണ്ട് വിപരീതങ്ങളെയും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകും? അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇനി നമ്മൾ എത്തുന്നത് ഈ യാത്രയുടെ ഒരു ക്ലൈമാക്സിലേക്കാണ്. നായകനെ വധിക്കുക. ഇവിടെ നായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ പഴയ ഞാനില്ലേ, ആ ഈഗോ, അതിന്റെ ഒരു പ്രതീകാത്മകമായ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം തന്നെ ഇതേക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. ആ നായികന്റെ കൊലപാതകത്തിന്റെ രഹസ്യം കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നി. ആ വേദനയിൽ ഞാൻ ഓടിപ്പോയി. ആലോചിച്ചു നോക്കൂ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ഹീറോ ഇമേജ് ഉണ്ടല്ലോ, സമൂഹത്തിനു വേണ്ടി ജീവിക്കുന്ന, പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്ന ആ ഒരാൾ. ആ ഐഡിയ ഇല്ലാതാക്കണമെന്ന് തിരിച്ചറിയുന്നത് എത്രമാത്രം വേദനാജനകമായിരിക്കും.
അപ്പോ ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ നമുക്ക് 3 സ്റ്റെപ്പുകളായിട്ട് കാണാം. സ്റ്റെപ്പ് 1, ആ പഴയ ഞാൻ, ആ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുന്ന ഹീറോ പ്രതീകാത്മകമായി കൊല്ലപ്പെടുന്നു. സ്റ്റെപ്പ് 2, നമ്മുടെ ഉള്ളിലെ ആ 2 വിപരീതങ്ങളില്ലേ, ഏലിയായും സെലോമിയും, അതായത് യുക്തിയും വികാരവും, അവ രണ്ടും ഒന്നിക്കുന്നു. എന്നിട്ട് സ്റ്റെപ്പ് 3, ഈ കൂടിച്ചേരലിൽ നിന്ന് ഒരു പുതിയ, കൂടുതൽ സത്യസന്ധമായ ഒരു യഥാർത്ഥ ഞാൻ ജനിക്കുന്നു. ഈ യാത്രയുടെ അവസാനം കിട്ടുന്ന ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ബോൺ, അതാണ് ദിവ്യശിശു. ഈ വിപരീതങ്ങളുടെ കൂടിച്ചേരലിൽ നിന്ന് ജനിക്കുന്ന ഒരു പുതിയ ദൈവത്തിന്റെ സിംബലാണിത്. ജീവിതത്തിൽ എല്ലാം ശരി, തെറ്റ്, കറുപ്പ്, വെളുപ്പ് എന്നൊന്നുമില്ലെന്നും ഈ അവ്യക്തതയെ അംഗീകരിക്കുന്നതിലാണ് യഥാർത്ഥ അർത്ഥമുള്ളതെന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പോ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഇതിന്റെയൊക്കെ അവസാനം എന്താണ് നമുക്കുള്ള സന്ദേശം? യുങ്ങിന്റെ ഈ യാത്രയിൽ നിന്ന് നമുക്കെന്ത് പഠിക്കാനുണ്ട്? അതാണ് അടുത്ത ഭാഗം. ഈ പുസ്തകത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1, യഥാർത്ഥ അറിവ് കിട്ടുന്നത് നമ്മുടെ സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുമ്പോഴാണ്. 2, നമ്മുടെ ഉള്ളിലെ നല്ലതും ചീത്തയും, ആ ഒരു ഡ്യുവാലിറ്റി, അതിനെ അംഗീകരിക്കുക. 3, ജീവിതം എപ്പോഴും അവ്യക്തമായിരിക്കും, എല്ലാം ക്ലിയർ ആകണമെന്ന് വാശി പിടിക്കരുത്. അവസാനമായി, മറ്റൊരാളെ കോപ്പിയടിക്കുന്നതിന് പകരം നമ്മൾ നമുക്ക് തന്നെ ഒരു ടാസ്കായി മാറണം. യുങ് തന്നെ അവസാനം പറയുന്നുണ്ട്, ഞാനൊരു രക്ഷകനോ ഗുരുവോ ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴി കണ്ടെത്തുക. മറ്റുള്ളവർ തരുന്ന നിയമങ്ങളെയും പഠിപ്പിക്കലുകളെയും തള്ളിക്കളയുക. ഓരോരുത്തരും അവരവരുടെ സ്വന്തം വഴി കണ്ടെത്തണം. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് എങ്ങനെയാ പറയുക? ഈ യാത്ര വളരെ പേഴ്സണലാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനൊരു യാത്ര പോകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ എന്തായിരിക്കും കണ്ടെത്തുക?